ചെയ്യേണ്ടത്. അത് 2007 മുതൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മദ്യം തെരുവോര അല്ല, ദേശീയപാതയുടെ 500 മീറ്റർ അപ്പുറത്ത് മദ്യം വിറ്റാൽ റോഡപകടങ്ങൾ കുറയും എന്ന് ഉറപ്പുള്ളത്? അതിന് ഒരു യുക്തി വേണമല്ലോ. 500 മീറ്റർ എന്ത് കണക്കാണുള്ളത്? ദേശീയപാതയുടെ 500 മീറ്റർ അപ്പുറത്ത് മദ്യം വിറ്റാൽ സുപ്രീം കോടതി പറയുന്നതല്ല ശരിയാണോന്നില്ലല്ലോ. സുപ്രീം കോടതി കേരളത്തിന്റെ സുപ്രീം കോടതി കേന്ദ്ര ഗതാഗത വകുപ്പ് കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ നിന്ന് പടിഞ്ഞാറോട്ട് 500 മീറ്റർ അവിടെ പോയി നിൽക്കും, നമ്മൾ കടലിൽ പോയി നിൽക്കുമോ? ഗോവ അഭിമുഖീകരിക്കുന്ന നോക്കി ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഗോവ ഈ പ്രശ്നം 500 മീറ്റർ അവിടെ പോവും. പക്ഷെ ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നാം ദേശീയ തലത്തിൽ ഇതിനെ കാണണം. ഗോവയിൽ കൂടുതലാണ് സമുദ്രതീരം, അങ്ങോട്ടേക്ക് 500 മീറ്റർ അപ്പോൾ സാധ്യമാണോ? സിക്കിമിൽ വനപ്രദേശമാണ് കൂടുതൽ, അവിടേക്ക് 500 മീറ്റർ സാധ്യമാണോ? മേഘാലയയിൽ ഇതുപോലെ തന്നെ വലിയ മലനിരകളാണ്, അവിടേക്ക് ഇത് പ്രായോഗികമാണോ? അങ്ങനെയല്ലല്ലോ എടുക്കേണ്ടത്. ദേശീയ തലത്തിലുള്ള ഒരു കേന്ദ്ര ഗതാഗത മന്ത്രാലയം അല്ലല്ല, ഈ സംസ്ഥാനങ്ങളെല്ലാം ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ഏറ്റടക്കങ്ങളും ഒക്കെ സംസ്ഥാനങ്ങൾക്കുണ്ടാകും. പക്ഷെ പൊലിയുന്ന ജീവന്റെ കണക്കോ, ഈ സംഭവിക്കുന്നതെല്ലാം വാഹനാപകടങ്ങളാകുമ്പോഴോ അതെല്ലാം പൊതുനിരത്തുകളിലാകുമ്പോഴോ പ്രശ്നം. അത് 500 മീറ്റർ കൊണ്ട് ആ പ്രശ്നം അവസാനിക്കുമോ? 500 മീറ്റർ കൊണ്ട് ആ പ്രശ്നം അവസാനിക്കുമെന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പറയുകയാണ്. ആ കണക്ക് ശരിയാവുന്നില്ല. അതിൽ യുക്തിയില്ല എന്ന് ഏത് പൗരനും പറയാം, ഏത് സുപ്രീം കോടതി പറഞ്ഞാലും. അല്ല, നമ്മുടെ മുന്നിൽ ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസും ഇല്ല ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. 500 മീറ്റർ എന്നൊരു സാങ്കല്പികമായ കണക്ക് വെച്ചുകൊണ്ട് സുപ്രീം കോടതി ആ രൂപത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കരുതാൻ എങ്ങനെയാണ് കഴിയുക? അങ്ങൊരു അഭിഭാഷകനാണ്, അങ്ങ് സുപ്രീം കോടതിയിലും ഹാജരാകുന്ന ഒരു വ്യക്തിയാണ്. നല്ല താല്പര്യമാണെങ്കിൽ അയാൾ 500 മീറ്റർ വണ്ടി ഓടിച്ച് മദ്യം വാങ്ങിക്കും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പല വാദഗതികൾ വന്നതാണ് അവിടെ. ഈ 500 മീറ്ററിന്റെ കാര്യം വന്നു വാദഗതി. ചില സ്ഥലങ്ങളിൽ അത് 220 മീറ്ററായി കുറയ്ക്കുകയുണ്ടായി, ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ 20,000 ജനസംഖ്യ വരുന്നിടത്ത്. പിന്നെ മാത്രമല്ല ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിനകത്ത് മറ്റു ഘടകങ്ങളൊക്കെ പരിഗണിച്ചു. അല്ല, ഒരു നിമിഷം അങ്ങ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഗുജറാത്തിൽ ഈ പറയുന്ന വാഹനാപകടങ്ങൾ ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവുമില്ല. അതുൾപ്പെടെയാണ് സുപ്രീം കോടതിയിൽ വാദമായി വന്നത്. കാരണം ഗുജറാത്തിൽ മദ്യനിരോധനമാണല്ലോ, അപ്പൊ പിന്നെ അവിടെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ യാഥാർത്ഥ്യം. അപ്പോൾ 500 മീറ്റർ അല്ല, മദ്യശാലകളെ ഇല്ലാത്ത ഗുജറാത്തിൽ, മദ്യശാലകളെ ഇല്ലാത്ത ഗുജറാത്തിൽ, മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഗുജറാത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുകൾ വരുന്നുവെങ്കിൽ അങ്ങ് 500 മീറ്ററിന്റെ കണക്കുമായിട്ട് ഇനിയും ഇരിക്കുമോ? 500 മീറ്ററിന്റെ കണക്കുമായിട്ട് ഇനിയും ഇരിക്കുമോ ഗുജറാത്തിൽ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഗുജറാത്തിൽ വാഹനാപകടമുണ്ട്. അല്ലല്ല, എന്റെ ചോദ്യം നേരിട്ടുള്ളത്. ഗുജറാത്തിൽ വാഹനാപകടമുണ്ട്, ഗുജറാത്തിൽ മദ്യപിച്ചുള്ള വാഹനാപകടമുണ്ട്, ഗുജറാത്തിൽ മദ്യനിരോധനമുണ്ട്. എങ്ങനെ സംഭവിക്കുന്നു? 500 മീറ്ററിന്റെ കഥ പിന്നെ പറയാം നമുക്ക്. ഗുജറാത്തിൽ എങ്ങനെ സംഭവിക്കുന്നു? അതാ ചോദിക്കുന്നത്, അതെങ്ങനെ സംഭവിക്കുന്നു? അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് എല്ലാം ന്യായമാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. ചില നിയന്ത്രണങ്ങളാണ് സാർ വരുത്തുന്നത്, പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകി. ചില നിയന്ത്രണങ്ങളാണ് വരുത്തുന്നത്. മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും അവിടെ മദ്യപിച്ച് വാഹനാപകടം ഉണ്ടാകുന്നു എങ്കിൽ ഇവിടെ ഈ 500 മീറ്റർ എന്നത് ഒരു നിയന്ത്രണമാണ് സാർ, നിരോധനമല്ല, ഒരു നിയന്ത്രണമാണ്. അല്ല, അനായാസം മറികടക്കാവുന്ന നിയന്ത്രണം മാത്രമാണ് ഈ 500 മീറ്റർ നിയന്ത്രണം. നടന്നുപോയി മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാം 500 മീറ്റർ ആണെങ്കിൽ. ഫാദർ ടി ജെ ആന്റണി, ഇത് സുപ്രീം കോടതി വെളിവില്ലാതെ പുറപ്പെടുവിച്ച ഒരു വിധിന്യായമാണെന്ന് കരുതുന്നുണ്ടോ? 500 മീറ്ററിനപ്പുറത്ത് പോയി ഇത് വാങ്ങിക്കൊണ്ടുവരാം, 600 മീറ്ററിനപ്പുറത്താണ് കിടക്കുന്നത് എങ്കിൽ ഇത് കരഗതമാകില്ല, അങ്ങനെയുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലൊക്കെ പറയുകയുണ്ടായല്ലോ. ഹിന്ദുവിലും ഇതാണ് പറയുന്നത്, 2 വാദഗതികൾ. ഒന്ന്, നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും സാഹചര്യം വ്യത്യാസമുള്ളതാണ്. നഗരങ്ങളിൽ ഈ പറയുന്ന പോലെ വാഹനം ഓടിച്ചു പോകുന്നവർ വണ്ടി നിർത്തി മദ്യം വാങ്ങും, പക്ഷെ പട്ടണങ്ങളിൽ ആ നാട്ടുകാരാണ് വാങ്ങുന്നത്. ഹിന്ദു എന്ത് കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നതെന്ന് തിരിച്ചു ചോദിച്ചാലോ? അതുപോലെ തന്നെ ഈ പറയുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്നു, അത് നിരോധിക്കണമെന്ന് സുപ്രീം കോടതി പറയുന്നു. അവിടെ അകത്തിരിക്കുന്ന ആളുകൾ മദ്യപിച്ചാൽ എന്താണ് കുഴപ്പം? എന്ന് വെച്ചാൽ അകത്തിരുന്ന് മദ്യപിച്ചാൽ പിന്നെ പുറത്തിറങ്ങി വണ്ടി ഓടിക്കില്ല എന്നാണോ? ഹിന്ദുവിന്റെ വിചിത്രവാദങ്ങളാണ് ഡോക്ടർ തോമസ് ഐസക്കിന് ബോധ്യപ്പെടുന്നത് സുപ്രീം കോടതി ഉത്തരവിനേക്കാൾ. ഒറ്റക്കെട്ടാണ് ഇവരൊക്കെ. ഫാദർ ടി ജെ ആന്റണി.
പത്രമാധ്യമങ്ങളിൽ വരുന്ന ചില പെയ്ഡ് ആർട്ടിക്കിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാനമായ ചരിത്രപ്രധാനമായ ഈ വിധിയെ മറികടക്കുവാൻ ചില പൊട്ട ന്യായങ്ങൾ നിരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഭരണാധികാരികൾ. ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നും അല്ലല്ലോ വേണു, നമുക്കറിയാമല്ലോ. ഈ 2016 ഡിസംബർ 15 ഈ വിധി വന്ന് 3.25 മാസം കിട്ടി. ഇതിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം സുപ്രീം കോടതി ചെന്നൊരു വേഷം കെട്ടി എന്തെങ്കിലും ഒരു പൊട്ട ന്യായവിധി വാങ്ങിച്ചു കൊണ്ടുവന്ന് മുൻപോട്ട് പോകാൻ തെറ്റിദ്ധരിച്ചു. അതിന് ഉപോദ്ബലകമായി എടുത്തതോ എന്താണ്, ഈ വിധികളൊന്നും ബിയർ വൈൻ പാർലറുകളെ ബാറുകളെ ബാധിക്കില്ല എന്ന്. ഈ വിധി വന്നതിന് പിറ്റേ ദിവസം മദ്യവിരുദ്ധ പ്രവർത്തകർ കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് കേരളത്തിലെ മുഴുവൻ മദ്യശാലകളെയും ബാധിക്കും. അപ്പോൾ പറഞ്ഞു നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നോ സുപ്രീം കോടതി ഇത് അനുവദിക്കുമെന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? അതിന് എതിരെ പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ ഈ മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നു. ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങൾ ജനങ്ങളെ മാനിക്കുന്നു, ജനവികാരം മാനിക്കുന്നു. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ ബെപ്കോ ഔട്ട്ലെറ്റിൻ്റെ മുൻപിൽ പോലീസ് തലിച്ചതച്ചില്ലേ ജനങ്ങളെ? പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചില്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ പെർമിഷൻ കിട്ടിയാൽ ആ താലൂക്കിൽ എവിടെയും മദ്യശാല തുടങ്ങാമെന്നുള്ള ഒരു ചട്ടവും നിയമവും ഇല്ലാത്ത കീഴ്വഴമൊക്കെ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ബിയറും വൈനും കള്ളുമൊന്നും മദ്യമല്ലാവെന്ന് ബാലിശമായ വാദഗതി ഉന്നയിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സുപ്രീം കോടതി വിധി അപ്രായോഗികമാണെന്ന് പറയുന്നവർ മറ്റെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. സുപ്രീം കോടതി നേരത്തെ വേണു ആദ്യം ചോദിച്ച പോലെ എടുത്ത വിധിയല്ല. ശ്രീ രാജ്മോഹൻ താൻ പറഞ്ഞു 2004 മുതൽ ഇവിടെ കേരളം ഭരിച്ച എല്ലാ സർക്കാരുകൾക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കത്തയച്ചിരുന്നു. ദേശീയപാതകൾക്ക് ഇരുവശവുമുള്ള മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കണം. അതിൽ ഇടതുപക്ഷ സർക്കാരുണ്ട്, വലതുപക്ഷ സർക്കാരുണ്ട്. രണ്ട് സർക്കാരുകളും കഴിഞ്ഞ UDF സർക്കാർ പോലും നടപ്പിലാക്കാൻ മുൻപോട്ട് വന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി കർക്കശമായി ഇടപെട്ടത്. പക്ഷേ ഈ ഇടപെടലിനെ അബ്കാരികൾക്ക് വേണ്ടി മദ്യലോബിക്ക് വേണ്ടി തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാൻ ശ്രമിച്ചു. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു 5000 കോടി രൂപ സംസ്ഥാന സർക്കാർ നഷ്ടം വരാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങേ പ്രാവശ്യം കേരളം ഭരിച്ച LDF സർക്കാരിൻ്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു കേരളത്തിൽ മദ്യം മൂലം ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 3 ഇരട്ടിയിലധികമാണ് അതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് വേണ്ടി, അപകടങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇവിടെ ധനകാര്യമന്ത്രി കണക്ക് പറയുമ്പോൾ വരവും ചെലവും പറഞ്ഞു, എന്നാലേ കണക്കാകത്തുള്ളൂ. അങ്ങനെ ധനകാര്യമന്ത്രിയാണല്ലോ. വരവ് ഇത്ര എന്ന് പറഞ്ഞു, ചെലവ് എത്ര എന്നും കൂടി പറയൂ. അപ്പോഴാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് കിട്ടുന്നത്. ഈ 5000 കോടി വരവായിരിക്കാം, ഇറ്റ്സ് ആൻ ഇൻകം. പക്ഷേ ഇതൊരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ അസറ്റ് അല്ല, ഇറ്റ്സ് എ ലയബിലിറ്റി. 5000 കോടി രൂപ വരവുണ്ടെങ്കിൽ 15000 കൂടെ ചെലവാക്കണം. ശരി, ധനകാര്യമന്ത്രി മാത്രമല്ല ഈ സുപ്രീം കോടതി വിധി വഴി ഖജനാവിന് നഷ്ടമുണ്ടാകുമെന്ന വാദഗതിക്കാരൻ ടൂറിസം മന്ത്രിയുമാണ്. അദ്ദേഹം ഇടവേളയ്ക്ക് ശേഷം ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കുചേരും. ടൂറിസം മേഖലയെ പറ്റി ഞാൻ ഇടപെടുകയാണ് സാർ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ടൂറിസം മേഖലയെ പ്രതിസന്ധിയിലാക്കുമോ സുപ്രീം കോടതി വിധി? ഇടവേളയ്ക്ക് ശേഷം.